നമസ്കാരം. ഞങ്ങളുള്ളത് ബാലുശ്ശേരിക്കടുത്തുള്ള മുണ്ടോളിത്താഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ കുറച്ച് ആളുകൾ കൂടിയിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ജൈവ പച്ചക്കൃഷിയാണ്. അതായത് ഒരു തരം ഇംഗ്ലീഷ് വളങ്ങളും ഉപയോഗിക്കുന്നില്ലല്ലോ, ഒരു തരം ഇംഗ്ലീഷ് വളങ്ങളും ഉപയോഗിക്കാത്ത ജൈവ പച്ചക്കൃഷി. ഇത് കാണാൻ തന്നെ ഒട്ടും മനോഹരമാണല്ലേ. എന്തൊക്കെയാ ചെയ്യുന്നത് ഇവിടെ? പറയണം. കയ്പ, പടവലം, കക്കിരി. കയ്പ, പടവലം, കക്കിരി, ചീര, വെള്ളരി, വത്തക്ക, വെണ്ട, ഇതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒരു 2 ഏക്കറോളം സ്ഥലം ഉണ്ടാവും അല്ലേ? ഇതെങ്ങനെയാ പിന്നെ ലോൺ എടുത്തതാണോ? ലോൺ എടുത്തതാ. എത്ര ലക്ഷം? 2.5 ലക്ഷം. 2.5 ലക്ഷം രൂപ ഗവൺമെന്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത. എന്താണ്? കുടുംബശ്രീന്റെ JLG ഗ്രൂപ്പ്. കുടുംബശ്രീയുടെ JLG ഗ്രൂപ്പ്. അപ്പൊ അതിന് പലിശ കൊടുക്കണോ? 4% പലിശ. 2.5 ലക്ഷത്തിന് 4% പലിശ. അതായത് 1 ലക്ഷത്തിന് 4000 രൂപ ഒരു വർഷം. അപ്പം 10,000 രൂപ പലിശ വരും അല്ലേ ഒരു വർഷത്തേക്ക്. അപ്പം ഇതൊക്കെ എങ്ങനെയാ പറിച്ചിട്ട് കടയിൽ കൊണ്ട് കൊടുക്കുകയാണോ അതല്ല വീടുകളിൽ കൊടുക്കുകയാണോ? വീടുകളിലും കൊടുക്കും. കടയിൽ കൊടുത്താൽ വില കുറവാ. ഞങ്ങള് വെറുതെ അധ്വാനത്തിന്റെ ഒരു ഇതേ ഉള്ളൂ, അല്ലാണ്ട് പൈസ അല്ല. കടയിൽ കൊടുത്താൽ അതിന് വില കിട്ടൂല. വീടുകളിൽ ഡയറക്റ്റ് കൊടുക്കുമ്പോ വില കിട്ടും. അപ്പൊ അങ്ങനെയാണോ ചെയ്യുന്നത്? അങ്ങനെ കൊറേ ആളൊക്കെ അങ്ങനെ വാങ്ങും. കൊറേ ആള് വളമിട്ട അല്ലാന്ന് അറിഞ്ഞാൽ ഓൾക്ക് വിശ്വാസാവില്ല. ഓല് വാങ്ങൂല. ഓല് കടയിൽ 10 റുപ്യ കിട്ടുന്നത് പോയി. അതായത് കടയിൽ കിട്ടുന്ന വില കുറഞ്ഞ് കിട്ടുമല്ലോ കടയിലാവുമ്പോ. ഇപ്പൊ എന്ത് സാധനം എടുത്താലും ഫ്രീ ആയിട്ട് 2 എണ്ണം ഉണ്ടാവും. ഇത് വേണ്ടാന്നറിയും. അപ്പൊ ഞാളെന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, നമ്മള് ജൈവ വളമാണ്. പിന്നെ ഒരുപാട് പണിക്കാരൊക്കെ വെച്ച് ചെയ്യുന്നല്ലേ ഇത്? അതെ. ഉഴുതിട്ട് കള്ളിയൊക്കെ എടുത്ത് നല്ല പൈസയാവും. അപ്പം ഭയങ്കര അധ്വാനാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന് നിങ്ങൾ ഇങ്ങനെ എന്നിട്ട് ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ പറിച്ചു കൊണ്ടുപോയി വീട് കൊടുക്കും, അല്ലെ റോഡ് സൈഡിലൊക്കെ വെച്ച് വെക്കാൻ പറ്റില്ല? റോഡ് സൈഡിൽ വെച്ച് വിറ്റാലും ഇത് പാദുഷയിലൊക്കെ കിട്ടുമ്പോ ഇത് ഞാളോട് വാങ്ങുവോ? അതായത് അറിയും പൈസയാന്ന്. ഹൈപ്പർ മാർക്കറ്റുകളിലെല്ലാം ചെറിയ വിലക്ക് വളം ഇട്ടിട്ട് അല്ലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ കൊടുക്കുമ്പോ ചെറിയ വിലക്ക് കിട്ടുമ്പോ ഇത് ആളുകൾ വാങ്ങാൻ പഠിക്കുന്നില്ല. പക്ഷെ അറിയാത്തൊരു കാര്യമുണ്ട്, ഇവർ ഇത് കൃഷി ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ജൈവ വളം ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോവുക. നമ്മളെന്താ ചെയ്യുന്നത്? ചെറിയ വിലക്ക് പോയിട്ട് ടൗണിലൊക്കെ പോയിട്ട് വാങ്ങിക്കാം. ഇതുപോലുള്ള ആളുകളെ നമ്മൾ മറന്നു പോവുക ചെയ്യുന്നത്. കുറച്ച് 10 രൂപ കൂടുതൽ കൊടുത്താലും നല്ല സാധനം, ജൈവ വളം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സാധനം.